ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും Eissah&me ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ നേന്ത്രപ്പഴം കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഈവനിങ്ങിൽ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സ് ആണ്. നേന്ത്രപ്പഴം ഇതുപോലെയാണ് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള നേന്ത്രപ്പഴം കറുത്ത് പോയി ഉള്ളൊക്കെ നല്ല പഴുത്ത് പോയി എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാതിരിക്കരുത് കേട്ടോ. ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കട്ടോ. വീണ്ടും വീണ്ടും നമ്മൾ ഉണ്ടാക്കി നോക്കും. അപ്പോൾ ഇതാ ചെറിയ പീസുകളാക്കി ഞാനിതാ പഴങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് നട്ട്സ് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ നട്ട്സ് ഇടുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആവും. അപ്പോൾ ഇതിലേക്ക് ഞാൻ അണ്ടി മുന്തിരി ബദാമൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് റവയാണ് കേട്ടോ. 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ടായിരുന്നു, അതിലേക്ക് 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു പാന് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 2-3 നെയ്യ് ഒഴിച്ചെടുക്കുന്നുണ്ട്, ടീസ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വന്ന ശേഷം ഫസ്റ്റ് ഞാൻ നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് മറ്റേതൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. പഴം വെച്ചിട്ട് നമുക്ക് പല രീതിയിലും പല സ്നാക്സുകളും ഉണ്ടാക്കിയെടുക്കാം. വെറൈറ്റിയുള്ള സ്നാക്സുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ അതിനിടയിൽ അതാ അണ്ടി റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്, ബദാമും മുന്തിരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് നെയ്യിൽ ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് റവ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, അതൊന്ന് വേവിച്ചെടുക്കും വേണം കേട്ടോ. അപ്പോൾ റോസ്റ്റ് ചെയ്ത റവയാണെങ്കിലും അല്ലാത്തതാണെങ്കിലും നമുക്കൊന്ന് ചൂടാക്കി എടുക്കേണ്ടതുണ്ട് നെയ്യിലിട്ട്. അപ്പോൾ ഈ പാനിൽ വെച്ചിട്ട് തന്നെ ഞാൻ അതിലേക്ക് തന്നെയാണ് കേട്ടോ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പഴം ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ അത് നെയ്യിലിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് നല്ല ഉടക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് എടുത്ത് മാറ്റണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ നല്ല നെയ്യിലിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. നേന്ത്രപ്പഴം ഉടഞ്ഞു പോവാത്തതാണെങ്കിൽ, പഴുപ്പ് കൂടാത്തതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അങ്ങനെയും ചെയ്യട്ടോ. അത് നല്ല ഉടഞ്ഞു പോയിട്ടുണ്ട്. ഇത് കുറച്ച് പഴുപ്പ് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, തൊലിയൊക്കെ കറുത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ പാനിലേക്ക് തന്നെ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി 1/2 കപ്പ് റവ കേട്ടോ. ആ റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. റോസ്റ്റ് ചെയ്ത റവയായാലും ഇതിൽ നെയ്യിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് ഒഴിച്ച് കൊടുക്കാനുള്ള വെള്ളം ഞാൻ അപ്പുറത്തെ പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടായ വെള്ളം ഒന്ന് ചൂടായ ശേഷം ഇതിലേക്ക് ഒന്ന് വേവിച്ചെടുക്കുക. 1/2 കപ്പിലേക്ക് ഞാൻ 3/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ റവ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. റവ നല്ല റോസ്റ്റ് ആയതിന് ശേഷം ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ റവ ഒന്ന് വേവിച്ചെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അത് നല്ല മിക്സാക്കിയ ശേഷം കട്ട പിടിക്കാതെ നല്ല ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി മറ്റ് ചേരുവകളൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. റവ വേവിച്ചെടുത്ത ശേഷം നമ്മൾ മറ്റതൊക്കെ റോസ്റ്റ് ചെയ്തെടുത്തതാണ്. അതെല്ലാം മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്, നല്ല ഹെൽത്തി റെസിപ്പിയാണ്. റവയും പഴവും വെച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രയാണ് ആവശ്യം, നല്ല ഷുഗർ വേണ്ടവർക്ക് അങ്ങനെ ചേർക്കട്ടോ. ഞാൻ ഇതിലേക്ക് ഒരു 3-4 ടീസ്പൂണ് ഷുഗർ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെയും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഏലക്ക നമുക്ക് തനിയെ അങ്ങനെ പൊടിച്ചെടുക്കാം. ഞാൻ ഷുഗറിൻ്റെ കൂടെ പൊടിച്ചെടുത്തതായിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ് തേങ്ങ ഇതിലേക്ക് ഒരു 3-4 ടീസ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങക്ക് ഇതിലേക്ക് കൂടുതൽ ചേർക്കണമെങ്കിൽ അത്രയ്ക്കും ടേസ്റ്റാണ്. തേങ്ങയും ചേർത്ത് കൊടുത്ത ശേഷം നല്ല മിക്സ് ചെയ്ത ഏലക്കപ്പൊടിയും തേങ്ങയും ഷുഗറും എല്ലാം കൂടി നല്ല മിക്സ് ചെയ്ത് ചേർത്തെടുക്കട്ടെ. ഇനി ഇതിലേക്ക് വാട്ടിയെടുത്തിട്ടുള്ള പഴം ചേർക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ, നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് നട്ട്സുകളൊക്കെ പകുതി ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ, ബാക്കി പകുതി അവിടെ വെക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മിക്സ് ചെയ്ത് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം. ഇനി മധുരം ഉണ്ടോ, ആവശ്യത്തിന് മധുരം ഉണ്ടെങ്കിൽ ചേർത്തെടുക്കേണ്ട ആവശ്യമില്ല. ഇനി മധുരം ഇല്ല, നമുക്ക് ഇനി പഴത്തിൻ്റെ പുളിയൊക്കെ വന്നതുകൊണ്ട് നമുക്ക് മധുരം കുറഞ്ഞതുപോലെ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി മധുരം ഷുഗർ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്കിത് പഴം ഒരു ചെറിയൊരു പുളിപ്പൊക്കെ ഉള്ളത് തോന്നി, അപ്പോൾ മധുരം കുറഞ്ഞതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നെയ്യ് പുരട്ടുക അല്ലെങ്കിൽ വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുക ചെയ്യട്ടെ. ആ പാത്രത്തിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ പാത്രത്തിലേക്ക് ഇതാ നമ്മുടെ സ്നാക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഷേപ്പാക്കി എടുക്കണ്ട. നമുക്ക് കൈ കൊണ്ട് ഉരുളകളാക്കി ലഡുവൊക്കെ കഴിക്കുന്ന പോലെ അങ്ങനെയും ഇത് കഴിച്ചെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യേണ്ട കേട്ടോ. അതിങ്ങനെ പാത്രത്തിലിട്ട് നമുക്ക് ടീസ്പൂൺ ഇങ്ങനെ കോരി നമുക്ക് അങ്ങനെയും കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയാണ്
ചൂടാറുന്നതിന് മുന്നേ തന്നെ നമുക്കൊന്ന് ഷേപ്പാക്കി നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഴിക്കുന്നത്. നമ്മളിതുപോലെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് കുട്ടികൾക്കൊക്കെ ഷേപ്പിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് ഉരുളകളാക്കി നമ്മൾ ഹാർട്ടിൻ്റെ ഷേപ്പിൽ അങ്ങനെയൊക്കെ പല രൂപത്തിൽ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. പഴം കഴിക്കാത്ത കുട്ടികളാണെങ്കിലും എന്തായാലും കഴിച്ചു പോകും. അവർക്ക് അറിയില്ല ഇതിൽ ഫുള്ളായിട്ട് പഴമല്ലല്ലോ, റവയും ചേർത്തിട്ടുണ്ട്, നട്ട്സും ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഇത് എല്ലാം റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് റവയായാലും നട്ട്സ് ആയാലും പഴമായാലും വെളിച്ചെണ്ണയിലോ ഓയിലൊന്നും ചെയ്യരുത് കേട്ടോ. നെയ്യിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. നെയ്യാണ് ഇതിനെ യൂസ് ചെയ്യേണ്ടത്. അവസാനമായിട്ട് നട്ട്സൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി കുറച്ച് വെച്ചിരുന്നല്ലോ നട്ട്സ്, അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്കിങ്ങനെ വെറുതെ കോരി കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നേന്ത്രപ്പഴം കൊണ്ട് ഇതുപോലെ ആരെങ്കിലും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. നമ്മുടെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ ചായൻ്റെ കൂടെ മാത്രമല്ല വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ പഴം കൊണ്ട് ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്. ഇത് ഈവനിങ്ങിൽ ചായൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, നമുക്ക് ലഞ്ച് കഴിക്കുന്ന സമയത്ത് ലഞ്ച് കഴിഞ്ഞ ശേഷം ഉണ്ടാവും ചിലർക്കൊക്കെ ഒരു ഷുഗർ കഴിക്കാൻ, നമുക്കൊരു മധുരം കഴിക്കാനൊക്കെ ഒരു ആഗ്രഹം. അങ്ങനത്തെവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിലും ഉണ്ടാക്കി വെക്കുകയാണെങ്കിലൊക്കെ നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിൽ നേന്ത്രപ്പഴം ഉണ്ടാവും, റവ ഉണ്ടാവും, നെയ്യൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നട്ട്സൊക്കെ നമ്മുടെ കയ്യിൽ എന്താണ് അതൊക്കെ കുറേശ്ശെ ചേർത്തിട്ട് ഇതിന് മുകളിൽ എള്ളൊക്കെ ചേർക്കാം കേട്ടോ. വെളുത്തെള്ള്, കറുത്തെള്ള് അങ്ങനത്തതൊക്കെ ചേർത്തിട്ടൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ ചാനലിൽ ഒരുപാട് റെസിപ്പികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് നോക്കൂ കേട്ടോ. ഇവിടെ മക്കൾക്കായാലും ഹസ്ബൻഡിനായാലും ഒരുപാട് ഷുഗറൊക്കെ ഇട്ട് കഴിക്കുന്നതൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. ഇതൊരു പുളിയും ചെറിയൊരു മധുരമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു എരിവും ഒരു ഉപ്പു രസമൊക്കെ ഉണ്ടാവുകയാണെങ്കിലാണ് മക്കൾക്ക് നല്ല ഇഷ്ടം. അങ്ങനത്തെ സ്നാക്സൊക്കെയാണ് അവർ കൂടുതൽ ഇഷ്ടപ്പെടുക കേട്ടോ. അപ്പോൾ പഴംപൊരിയൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ നല്ല ഇഷ്ടമായിരുന്നു. ഇതുണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് റവ കൂടി പോകരുത് കേട്ടോ. നമ്മുടെ പഴത്തിനനുസരിച്ച് റവ എടുത്താൽ മതി. അപ്പോൾ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലൊക്കെ നമ്മുടെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നമുക്ക് പല ഷേപ്പിൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല വീഡിയോസും വ്ളോഗും റെസിപ്പിയൊക്കെ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.